ചുമ്മാ ഇരുന്ന് കരയും. ചുമ്മാ താരം കരയില്ല ശങ്കര. അമ്മയും ഒരു പക്ഷേ ഡിപ്രഷൻ പേഷ്യൻ്റ് ആയിരുന്നിരിക്കാം, അമ്മാവനെ പോലെ. മാനസിക രോഗങ്ങൾക്ക് നിലവിലുള്ള ഇംഗ്ലീഷ് ചികിത്സയും അത്ര ഭേദമല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. ആൻറ്റി ഡിപ്രസൻറ്റ്, ട്രാൻക്യുലൈസർ, ലെത്തിയം മരുന്ന് തീർന്നു. അത് കഴിക്കുമ്പോൾ രോഗിയും രോഗവും കുറേ കാലം മയങ്ങിക്കിടക്കും. പൂർണ്ണ രോഗശാന്തി അങ്ങനെ ഒന്നില്ല. കരണ്ടടിപ്പിക്കലൊക്കെ സത്യം പറഞ്ഞാൽ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാ അദ്ദേഹം പറയുന്നത്. രോഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ കേട്ടപ്പോൾ ആദ്യം ഞാൻ വല്ലാതെ പേടിച്ചു. പക്ഷേ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയുക ഞാൻ ഭാഗ്യമുള്ളവനാണെന്ന്. എൻ്റെ രോഗത്തിന് പൂർണ്ണ ഭേദം വരുന്ന ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അത്രേ. അങ്ങനെ ഒരു മരുന്ന് ഉണ്ടാവും രാമു? അമ്മാവൻ കള്ളം പറയോ? പുതിയ മരുന്നാണ്, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആയി വരുന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്? അദ്ദേഹം ഒരു റിസർച്ച് സ്റ്റുഡന്റ് ആയതുകൊണ്ടായിരിക്കും പുതിയ മരുന്നുകളെ കുറിച്ചൊക്കെ പറയുന്നത്. മാസത്തിൽ 1 വെച്ച് തുടർച്ചയായി 6 ഇഞ്ചക്ഷൻ എടുത്താൽ രോഗം പൂർണ്ണമായും ഭേദപ്പെടുമെന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു. വെറും 6 മാസം. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ രാമു? പാവം അമ്മാവൻ, രോഗം മാറണമെന്ന് ആരാഗ്രഹിക്കാത്ത? എന്തോ ഇല്ലായ്മ, ദാരിദ്ര്യം, നിസ്സഹായത, അങ്ങനെയൊക്കെയുള്ള റിയാലിറ്റിയിൽ ജീവിക്കുകയാണ് ഞാൻ. ഒരു കത്തിന്റെ അവിടെ ഇവിടെ വായിച്ച് സെന്റിമെന്റൽ ആവല്ലേ? വേറൊരു കത്തല്ലല്ലോ ഇത്, ഒരു മാനസിക രോഗിയുടെ കത്ത്. സ്വന്തം അച്ഛനെ കുറിച്ചാണോ രാമു ഈ പറയുന്നത്? കത്ത് മുഴുവൻ വായിച്ചു നോക്കടി. പണം വേണം, അത് നിന്റെ അച്ഛൻ തരൂ. അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ടാക്സി കൂലി കടം മേടിക്കാൻ വന്നപ്പോ നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? നീ കേട്ടതാണല്ലോ. സാറേ, എത്രയാവും ഒരു ഇഞ്ചക്ഷന്? അത് ഇത്തിരി കൂടുതലാണ്. ഒരു ഡോസിന് 5000-ഓളം രൂപ വരും. മൊത്തം 6 ഇഞ്ചക്ഷൻ. അപ്പോൾ 6×5 30,000 രൂപ. 30,000 രൂപയോ? ക്യാൻസറിൻ്റെ കീമോതെറാപ്പി ഒക്കെ വെച്ച് നോക്കിയാൽ ഇത് അത്ര കൂടുതലാണെന്നും പറയാൻ കഴിയില്ല. തിരക്കില്ല, വീട്ടുകാരോടൊക്കെ ആലോചിച്ചിട്ട് മതി. മോനെ രാമു, ഫീസ് കൊടുക്കാനും ഉച്ചയൂണിനും നീ ബുദ്ധിമുട്ടുന്നത് അച്ഛന് കാണാൻ കഴിയാഞ്ഞിട്ടല്ല. എന്നാലും ഇത്രയും പണമുണ്ടാക്കാൻ നമുക്ക് കഴിയുമോ രാമു? സരോജിനി വിചാരിച്ചാൽ ഒരു പക്ഷെ ബന്ധുക്കളോട് ആരോടെങ്കിലും വാങ്ങാൻ കഴിഞ്ഞേക്കും. എനിക്കാണെന്ന് പറഞ്ഞാൽ ആരും തരില്ല. അതാണ് പ്രശ്നം. തരാമോ? കൂട്ടുകാരൻ്റെ. ഏത് കൂട്ടുകാരൻ്റെ? അത് അമ്മയ്ക്ക് അറിയില്ല. അത് എന്താ നിനക്കൊരു വല്ലായിക? സുഖമില്ലേ? ഒന്നുമില്ല. വലിയ കൂട്ടുകെട്ടൊന്നും വേണ്ട, പബ്ലിക് പരീക്ഷയാ വരുന്നത്. മരുന്ന് കിട്ടിയാൽ ഈ മാറാരോഗം സുഖപ്പെടുമല്ലോ എന്നോർക്കുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് വിങ്ങിപ്പോകുന്നു. മോനെ, പണം ആരോടെങ്കിലും ചോദിച്ചു മേടിക്കാൻ
നീ സരോജിനിയെ നിർബന്ധിക്കണം. ഈ കത്തിന് മോൻ മറുപടി അയക്കണ്ട. അടുത്ത ആഴ്ച ഇവിടം വരെ ഒന്ന് വരാമോ നിനക്ക്? കാര്യങ്ങൾ എനിക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റിയോ എന്ന് സംശയമുണ്ട്. എല്ലാം നേരിൽ കാണുമ്പോൾ പറയാം. ഞാൻ കാത്തിരിക്കും. സ്നേഹപൂർവം, അച്ഛൻ. ആ ശങ്കര ദാ. ഹലോ പോസ്റ്റ്മാനെ, ഞാൻ ഇവിടെ ഉണ്ട്. എനിക്കുള്ള കത്ത് ഇങ്ങോട്ട് തന്നേക്ക്. അയാള് കേട്ടില്ല. കത്ത് കൊണ്ടുപോയി നോട്ടീസ് ബോർഡിലൊക്കെ ഇട്ടാ എടുക്കാൻ പാടാ. ഞാനിപ്പോ വരാം. അതിന് തനിക്ക് കത്തുണ്ടെന്നാരാ പറഞ്ഞേ? ആ അതുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കത്ത് വാങ്ങിച്ചിട്ട് വരാം. അവിടെ നിക്ക്, അവിടെ നിക്കാനാ പറഞ്ഞ. ഓടരുത്. ഇതോ തന്നോട് നിക്കാനാ പറഞ്ഞ. അങ്ങനെ ഓടരുത്. അവിടെ നിൽക്കാൻ. അത് താഴെ ഇട്. താഴെ ഇടാൻ. പോസ്റ്റ്മാനെ, പോസ്റ്റ്മാനെ, വരുന്നുണ്ടല്ലോ, അങ്ങോട്ട് മാറ്റി കിടത്താം. പിടിക്ക്. നന്നായി മുറിഞ്ഞിട്ടുണ്ട്. സാറേ, സാറേ, ഗേറ്റ് കടന്നപ്പോഴേ ഞാൻ വിളിച്ചിരുന്നു. സാറ് കേട്ടില്ല. എനിക്കൊരു കത്തുണ്ട്. ഫ്രം രാമു, മഞ്ചാടി കുന്നേല് ഹൗസ്. അങ്ങനെ ഒരു കത്തില്ലല്ലോ. അതാ ഇപ്പൊ കളിയായത്. മര്യാദക്ക് എന്റെ കത്ത് താടോ. എന്റെ കയ്യിൽ ആകെ ഇവിടത്തേക്ക് ഒരു കത്തേ ഉണ്ടായിരുന്നുള്ളൂ. അത് സൂപ്രണ്ട് സാറിനുള്ളതായിരുന്നു. താനാണോ ഇവിടുത്തെ ആശുപത്രി സൂപ്രണ്ട്? ഞാൻ ആളെ കളിയാക്ക. താടോ എന്റെ കത്ത്. അയ്യോ, ആരും ഇല്ലേ ഇവിടെ? ഓടി വരണേ. എന്താ എന്താ ഇത്? ഇത് കണ്ടോ സാറേ? സാറിനുള്ള കത്ത് തരാനാ ഞാൻ അകത്തോട്ട് വന്നേ. ഭ്രാന്തന്മാരെ അഴിച്ചു വിട്ടേച്ച് സാറൊക്കെ അകത്തിരുന്ന് സൂഹിക്കല്ലേ. ദേ, ഞാനിത് കംപ്ലൈന്റ്. എനിക്ക് ഭ്രാന്തില്ല. സൂപ്രണ്ട് ഡോക്ടറാണെന്ന് പറഞ്ഞ് നടക്കണു. മാസം 7 ഞാൻ ഇവിടെ വന്നിട്ട്. വരുമ്പോ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഓർമ്മക്കുറവ്. എന്താ അത് മാറാത്തെ? ഇയാൾക്ക് പണി അറിയില്ല. പേടിപ്പിക്കരുത്. എന്റെ മോന്റെ കത്ത് എല്ലാവരും കൂടി പിടിച്ചു വെച്ചത്. എന്റെ കത്ത് തൊടരുത്. എന്റെ ശബ്ദം പുറത്തു വന്ന വിഷം കുത്തിവെച്ച് കൊന്നുകളയും ഞാൻ. അതിനെ എടുക്കണോ? ഇതാ സർ. കൊണ്ടുപോടോ ഇയാളെ. നടക്ക്. എന്ത് തെമ്മാടിത്തരമാണ് സാർ ഇത്? ഒരു മാനസിക രോഗിയെ തല്ലിയാണോ സുഖപ്പെടുത്തേണ്ടത്? ഈ സെഡറ്റീവ് ഇഞ്ചക്ഷൻ എന്താ ശിക്ഷണ നടപടിയാണോ? എന്തിനാ അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തത്? ഹി വാസ് അണ്ടർ കൺട്രോൾ. ദിസ് ഈസ് ടു പ്രിമിറ്റീവ്. വെറും പഴഞ്ചനാണ് നിങ്ങൾ. ഞാൻ പഴഞ്ചനാടോ. തന്റെ മോഡേൺ മെത്തേഡ്സ് ഒക്കെ അയാളിലൊന്ന് പരീക്ഷിക്കാതിരുന്നത് എന്ത്? താൻ ഇവിടെ ക്ഷവരം തുടങ്ങിയിട്ട് മാസം 3 ആയല്ലോ. എന്താ താമസം? സുഖപ്പെടുത്തണോ അയാളെ? റിസർച്ചിന് പറ്റിയൊരു ഗിനിപ്പിക്ക്. അത്രേ ഉള്ളത് എനിക്ക് ആ പേഷ്യന്റ്. പോടോ. കാലണയ്ക്ക് ഗതിയില്ലാതെ ചോദിക്കാനും പറയാനും ആളില്ലാതെ നടതള്ളിയ കേസുകളായി കാണുന്നതൊക്കെ. കാലാകാലങ്ങളിൽ ഓരോ കമ്പനികൾ പുതിയ പുതിയ മരുന്നുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചുമ്മാ അങ്ങ് പറയും 5 ഇഞ്ചക്ഷൻ മതി, 14 ഗുളിക മതി,
ചിത്തഭ്രമക്കാരൊക്കെ ഇപ്പൊ അങ്ങ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആകുമെന്ന്. ചുമ്മാതെ. തനിക്ക് എക്സ്പീരിയൻസിന്റെ കുറവ് കൊണ്ടാണ് താൻ ഈ മരുന്ന് കമ്പനികളെ വിശ്വസിക്കുന്നത്. തനിക്ക് മെന്റൽ ഡിസീസിനെ കുറിച്ച് എന്തറിയാം? മനുഷ്യാവസ്ഥയെക്കുറിച്ച് എന്താ തന്റെ ധാരണ? എടോ 5000 രൂപ ഒരു ഇഞ്ചക്ഷന്, 6 ഇഞ്ചക്ഷന് 30,000 രൂപ. 50 രൂപ തികച്ചെടുക്കാൻ കാണില്ല ഇവിടെ ഒരു പേഷ്യന്റിന്റെ വീട്ടിൽ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എവർക്ക് വേണ്ടി അത് ചെലവഴിക്കാൻ വീട്ടുകാർ തയ്യാറല്ല. അവരൊക്കെ മടുത്തുപേക്ഷിച്ചു അവരെയൊക്കെ. ആ പാവ മനുഷ്യൻ ആശ കൊടുത്ത് നിരാശപ്പെടുത്തി അയാളെ തല്ലു പൊളിച്ചത് താനാ. അല്ല, കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടിയപ്പോൾ തൻ്റെ ഫേവറേറ്റ് പേഷ്യൻറ്റിന് ഒരു 5000 രൂപ കൊടുക്കാത്തതെന്ത്? ഒരു ഇഞ്ചക്ഷൻ. ആരാൻ്റെ പന്തലിൽ വിളമ്പ് കാണാനിട്ട് ഇയാൾക്ക് ധർമ്മരോഷം. എടോ, ഞാൻ സൈക്യാട്രി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 25ാമത്തെ വർഷമാണ്. ചിത്തഭ്രമത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പൂർണ്ണ രോഗശാന്തി. ഈ ആയുസ്സിൽ അത് കാണാൻ കഴിയുമെന്നും വിശ്വാസമില്ല. താൻ ബെറ്റ് വെച്ചോ, തൻ്റെ ആ പേഷ്യൻറ്റിനെ കാണാൻ ഒരാളും വരില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും. ഈ ജന്മം വരില്ലടോ. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഇന്നാ. വരില്ലടോ, ആരും വരില്ല, ആരും.